ദേ ഇത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചേച്ചിയാട്ടോ. ചേച്ചി മുണ്ടക്കയം 2ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളാട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ചേച്ചിയുടെ കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന്. എങ്ങോട്ടാന്നല്ലേ പറയാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ, നമുക്ക് ഇലക്ഷൻ്റെ സമയത്ത് കാൻഡിഡേറ്റ്സ് ഒക്കെ എല്ലാവരുടെ വാർഡിലുള്ള എല്ലാ വീടുകളിലും വോട്ട് ചോദിച്ച് പോകാറുണ്ട്. എല്ലാ വീടുകളിലെ എല്ലാ ആൾക്കാരും കാണാൻ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ചേച്ചിയുടെ കൂടെ പോയിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും കൂടെ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അബിയും ചേച്ചിയും പിന്നെ കുറേ പേരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരോടാണ് പോയത്. ഞങ്ങൾ ഒരുപാട് വീട് കയറി കേട്ടോ. ആദ്യമൊക്കെ വീടൊന്നും കയറുമ്പം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടിരുന്നില്ല എനിക്ക്. പക്ഷേ പിന്നെ ഓരോ വീട്ടിലും കയറി ഇറങ്ങുമ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ, വേറെ ഒന്നുമില്ല, നടക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെ. ഒരുപാട് വീട്ടിൽ കയറ്റവും ഇറക്കവും, മലയുടെ മണ്ടയിലും കുന്നിൻ്റെ മണ്ടയിലും പാറയുടെ മണ്ടയിലും അങ്ങനെ കുറേ ഇടത്തായിട്ടാണ് വീടുകളുള്ളത്. അപ്പോൾ കയറി ഇറങ്ങുന്ന നമുക്കിത് നേരത്തെ ശീലമില്ലാത്ത കാര്യമാണല്ലോ ഇങ്ങനെ ഇത്ര നടക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ചേച്ചി ഒന്നും ഒട്ടും ക്ഷീണിച്ചില്ല. ചേച്ചി എനിക്ക് തോന്നിയത് ഇപ്പം 3ാമത്തെ തവണയാണ് ഈ സെയിം വീടുകളിൽ വന്നു പോകുന്നത്. അപ്പം ചേച്ചി നല്ല ജില്ലായിട്ട് എല്ലാ വീടുകളിലും, അത് കയറ്റമാണെങ്കിലും ഇറക്കമാണെങ്കിലും എന്താണെങ്കിലും നല്ല ജില്ലായിട്ട് ഓടി നടന്ന് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നമുക്കൂടെ ചെല്ലണമെന്ന് തോന്നുമെങ്കിലും കുറേ കഴിഞ്ഞപ്പം വെയിലൊക്കെ കൊണ്ട് ഞാൻ ആകെ വാടി ഒരു പരുവായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഒപ്പം തന്നെ അവിയും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ കയറിയിരിക്കുന്നു, വെള്ളം വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു കയറ്റവും ഈ ഒരു ഇറക്കവും ഈ ഒരു വഴി കൂടെ ഒക്കെയാണ് നമ്മൾ എല്ലാ വീടുകളിലും വോട്ടൊക്കെ ചോദിച്ചിട്ട് പോയത്. അപ്പോൾ ചേച്ചി ഇതിപ്പോൾ 3ാമത്തെ തവണ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ശരിക്കും വലിയൊരു സംഭവം കേട്ടോ. നിങ്ങൾ ഈ സ്റ്റെപ്പ് കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു ഒരു 100+ സ്റ്റെപ്പ് ഉണ്ട്. അപ്പം ഇത് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ. ചേച്ചി ഇതേ നല്ല കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനും ഇറങ്ങി. ആദ്യം കണ്ടപ്പോൾ നമ്മളൊന്ന് ഇതായെങ്കിലും പിന്നെ നമ്മൾ എല്ലാ വീടുകളിലും പോകേണ്ടതാണല്ലോ, അതിനാണല്ലോ വന്നത്. സത്യം പറഞ്ഞാൽ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നത് ഭയങ്കര ഒരു നല്ലതായിട്ട് തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ ഈ 6 കണ്ടോ, ഇതാണ് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും വെറുതെ പോയിരിക്കാനും. നല്ല വെയിലുണ്ടായിരുന്നു, എന്നാലും ആ വെയിലിന് മുകളിലായിട്ട് നമ്മൾ അവിടെ പോയി ആ വെള്ളത്തിൽ കാലൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം എന്ത് രസമാണെന്നറിയോ. നമുക്ക് ശരിക്കും ഈ ചൂടത്ത് നല്ല തണുത്ത വെള്ളത്തിൽ പോയി കാലൊക്കെ മുക്കി വെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. എന്നിട്ടാണ് പിന്നെ വേറെ വീടുകളിലേക്ക് പോയത്. അപ്പോൾ പോയി മേടിക്കുക, നിങ്ങൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ കൂണാട്ടോ. വീട്ടിൽ കൂൺ കൃഷി ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കൂൺ വാങ്ങിക്കുന്ന ഒരു വീടാണിത്. അപ്പം വരുന്ന വഴിക്കാണ് ഈ വീടെന്ന് ഞാനിത് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അപ്പം നമ്മളിവിടെ നിന്നാണ് കൂൺ വാങ്ങിക്കാറ്. അപ്പോൾ അവർ മുകളിലത്തെ നിലയിലാണ് കൂൺ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടോട്ടേന്ന് ചോദിച്ചപ്പം ഞങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാട്ടോ. അപ്പോൾ ഇനി